മുഖപ്പം കെ സി ഉണ്ണി ബാലഭാസ്കറിന്റെ പിതാവ് തത്സമയം ചേരുന്നുണ്ട്. ശ്രീ കെ സി ഉണ്ണി, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഏറെക്കാലം ചർച്ച ചെയ്ത വിഷയമാണ്. എങ്കിലും ഒരിക്കൽ കൂടി ആ വിഷയം അർജുൻ്റെ അറസ്റ്റോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ CBIയുടെ പുനരന്വേഷണ റിപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതിനിധി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഒന്നും പുതുതായിട്ട് കണ്ടെത്തിയിട്ടില്ല, ഗൂഢാലോചനയില്ല. അർജുന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് CBI. ശ്രീ കെ സി ഉണ്ണി, അതെ, CBIയുടെ മീത് നമുക്ക് കൺട്രോളൊന്നുമില്ലല്ലോ. അവർ പറയണത് എന്താണോ അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം. നമുക്കിപ്പോൾ അതല്ലേ നിവൃത്തിയുള്ളൂ, വേറെ മാർഗമൊന്നുമില്ലല്ലോ. അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അന്വേഷിച്ചോ ഇത് പറഞ്ഞുകൂടാ. പഴയ റിപ്പോർട്ട് എഴുതി വെച്ചത് റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ച് കോപ്പി ചെയ്ത് വെച്ചതാണോ അന്വേഷിച്ചു, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമ്മളിവിടെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, അവർ വരാറുമില്ല. ഒരു പ്രാവശ്യം വന്ന് ഒരു പേപ്പർ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് കഴിഞ്ഞവണ നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു, അത്ര തന്നെ. വേറെ ഒന്നും പറയുകയോ ചോദിക്കുകയോ ഒന്നും കണ്ടുമില്ല. പിന്നെ ശ്രീ കെ സി ഉണ്ണി, അങ്ങ് പറഞ്ഞതുപോലെ പഴയ റിപ്പോർട്ടിന്റെ അതേ പകർപ്പാണ് പുതിയ തുടരന്വേഷണ റിപ്പോർട്ടും എന്നാണ് നമ്മളും മനസ്സിലാക്കുന്നത്. ഒരു മാറ്റവുമില്ല, അടിമുടി അതേ കണ്ടെത്തലുകളാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സംശയമുള്ളത്, ഈ വണ്ടി ഓടിച്ചിരുന്നത് ആരാണ് എന്ന പ്രാഥമിക വിഷയത്തിൽ പോലും ഒരു മൊഴിമാറ്റം അല്ലെങ്കിൽ ഒരു മൊഴി വ്യത്യാസം ഉണ്ടായിരുന്നു എന്നത് ഈ അന്വേഷണ ഏജൻസി ഗൗരവമായി എടുക്കേണ്ടതായിരുന്നില്ലേ? ഒന്നും ചെയ്തില്ല അവരിപ്പോൾ. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ അർജുനൻ പറഞ്ഞത് ബാലുവാണ് വണ്ടി ഓടിച്ചതെന്ന്. പക്ഷേ അവൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന അവൻ്റെ ഭാര്യ പറയണത് ബാലു അല്ല, അർജുനനാണ് ഓടിച്ചിരുന്നതെന്ന്. ഇപ്പം ഇത് ആരോടിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാലു ആയിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇവനെ ആ വണ്ടിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ ഓടിക്കാനല്ലെങ്കിൽ. അതെ, അർജുനനെ എന്തിനു കൊണ്ടുപോകണം? വെറുതെ കാണാൻ കൊണ്ടുപോകും? ഇല്ലല്ലോ. വണ്ടി ഓടിക്കാൻ ഡ്രൈവറായിട്ട് തന്നെ കൊണ്ടുപോയത് അർജുനനെ. പറയണത് അവനല്ല ഓടിച്ചതെന്ന് ഇപ്പോഴും പറയാം. എന്നിട്ട് അവൻ ബാലുവിന്റെ മരണത്തിന് ശേഷം കെ സി ഉണ്ണി എന്തായാലും കെ സി ഉണ്ണിയുടേതായ രീതിയിൽ ഒരു അന്വേഷണവും സംഭാഷണവും ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ ചില ആളുകളുമായിട്ട്. അങ്ങേക്ക് എന്താ ബോധ്യമായത്? ഇപ്പൊ ഇതിൽ ഈ പ്രകാശ് തമ്മിലല്ലേ, അതേപോലെ നമ്മുടെ സോമപ്രസാദ്, ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായി ഒപ്പമുണ്ടായിരുന്ന ആളുകളുടെ ദുരൂഹമായിട്ടുള്ള ബന്ധങ്ങൾ, അവർക്കൊക്കെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, ഇപ്പോൾ അർജുൻ നേരിട്ട് തന്നെ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നു. നമ്മൾ എന്താണ് അനുമാനിക്കുന്നത്? ഈ ബാലഭാസ്കറിനെ ഉപയോഗപ്പെടുത്തിയ യാത്രകളുടെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്താൻ ഈ സംഘം ശ്രമിച്ചിരുന്നു എന്നാണോ ശ്രീ കെ സി ഉണ്ണി നമ്മൾ വിശ്വസിക്കേണ്ടത്? തള്ളിക്കളയാനാവില്ല, അത് അതിനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. കാരണം ഇവൻ്റെ ചെർപ്പളശ്ശേരിയിൽ ഇവൻ്റെ അമ്മാവൻ താമസമുണ്ട്, ഈ അർജുനൻ്റെ. അയാളൊരു ആയുർവേദ റിസോർട്ട് നടത്തുന്നുണ്ട്. കൂടെ ബാലു അവൻ്റെ ഭാര്യയായിട്ട് അവിടെ പോയി താമസിക്കും, മാസങ്ങളോളം താമസിക്കും. എന്താണ് അതിൻ്റെ പുറകിലുള്ള കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനോട് ചോദിച്ചാൽ അവനോട് പറയുകയില്ലായിരുന്നു അന്നൊക്കെ, നീ എന്തിനാ ഇങ്ങനെ പോകണം? അപ്പോൾ പറയും ചികിത്സയ്ക്ക് വേണ്ടിയാണ്, തീരുമാനമാണ്, എണ്ണയിടാനാണ് എന്നൊക്കെ പറയുമായിരുന്നു. നമ്മൾ പിന്നെ ഇതിനകത്തൊന്നും ഇടപെടാറില്ലായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതൊന്നും അവൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. കഴിയുന്നിടത്തോളം നമ്മളിൽ നിന്ന് അകന്ന് താമസിക്കുകയായിരുന്നു, അവർ അകന്ന് ജീവിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടിച്ചു കയറി അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളതല്ലാതെ ബാക്കിയുള്ളതൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന അവരാണ്. വിഷ്ണു, തമ്പി, അതിൻ്റെ പുറകിലുള്ള സീക്രട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും അവനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ CBIക്ക് മറ്റേ വിഷ്ണു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് 50 ലക്ഷം രൂപ ബാലുവിൻ്റെ നിന്ന് വാങ്ങിച്ചു, അത് കുറേശ്ശെ ലക്ഷ്മിക്ക് കൊടുത്ത് തീർക്കാം എന്നാണ് അവൻ എഴുതി കൊടുത്തത് അന്ന് CBIക്ക്. അത് നമ്മൾ കണ്ടു. അതേപോലെ ഒരുപാട് പേര് മറ്റേ പൂന്തോട്ടക്കാരും പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയണു. എനിക്കറിഞ്ഞൂടെ എങ്ങനെയൊക്കെയാണെന്ന്. കാരണം നമ്മൾ നമ്മുടെ കോണ്ടാക്ട് ഒരു പരിമിതി ഉണ്ടായിരുന്നു അന്നൊക്കെ. ഈ ലക്ഷ്മി ഇപ്പോൾ ഈ കേസ് അന്വേഷണവുമായി എങ്ങനെയാണ് സഹകരിക്കുന്നത് ശ്രീ കെ സി ഉണ്ണി? ഒരു സഹകരണവും ഒന്നും അറിഞ്ഞുകൂടാ, അവളെക്കുറിച്ച് ഒരു പിടിയില്ല എന്താണെന്ന്. ഒരിക്കൽ പോലും ഒരു ടെലഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ, ഞാൻ ടെലഫോൺ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ട് എടുക്കില്ല, സംസാരിക്കുക ഒന്നും ചെയ്യില്ല. അവർ താമസിക്കുന്നത് കുണ്ടവൺ കടവിൽ ആ ഭാഗത്ത് അവിടെയാണ്. എനിക്കാണെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് വന്നതിന് ശേഷം മൂവ്മെൻറ്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. എൻ്റെ നടക്കാനൊക്കെ വലിയ പാടാണ്. ഓരോ കാര്യത്തിനും വണ്ടി ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ, കൂടെ ആരെങ്കിലും വേണം. അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിലൊന്നും പോകാറില്ല ഇപ്പം.
ശ്രീ കെ സി ഉണ്ണി ഒറ്റയ്ക്കാണോ ഇപ്പൊ താമസം? ഇപ്പോഴും ഞാനിവിടെ വീട്ടിൽ, എൻ്റെ അളിയൻ്റെ വീട്ടിലാണ്. അളിയൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും ഉണ്ട്. എൻ്റെ മോളുണ്ടായിരുന്ന മരിച്ചുപോയി ഈ ഓഗസ്റ്റിൽ. അപ്പം ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ കഴിയുന്നു, അത്രേ ഉള്ളൂ. വരാറുമില്ല, കാണാറുമില്ല, ഒന്ന് വിളിക്കാറ് പോലുമില്ല. ഈ ലക്ഷ്മിക്ക് വിഷ്ണു കൊടുക്കാനുള്ള പൈസ കൊടുത്തു എന്ന് തോന്നുന്നു ശ്രീ കെ സി ഉണ്ണി? അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? കൊടുക്കൊന്നുമില്ല. അതൊന്നും കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. അറിഞ്ഞൂടാ ഇനി എങ്ങനെയാണെന്ന്. കൊടുക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഈ കേസിൽ മാത്രമല്ല, ക്രൈംബ്രാഞ്ച് ബാലുവിന് കിട്ടാനുണ്ട് ഇൻഷുറൻസിന്റെ തുക. പറഞ്ഞോളൂ. ഇൻഷുറൻസിന്റെ പൈസ, അതുപോലെ ബാങ്കിൽ കിടന്നിരുന്ന പൈസ, ഇതൊക്കെ വിഷ്ണുവാണ് ഡീൽ ചെയ്തിരുന്നത്, എടുത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി. കാരണം ഈ ഇവിടെ ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് പൂജപ്പുരമുള്ള അവിടെ നമ്മൾക്ക് ചെറിയ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. കൂടെ നമ്മളവിടെ പോവും. അപ്പോൾ അവർ പറഞ്ഞത് കുറേ രൂപ കിടപ്പുണ്ട്, അത് വിഷ്ണുവാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് അവൻ്റെ. ഞാൻ ഇടിച്ചാണ്. കുറേ 4-5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഒരു ചിട്ടി തുടങ്ങിയിരുന്നു. അതിൻ്റെ പൈസയൊക്കെ വിഷ്ണുവാണ് കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ലക്ഷ്മിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയത് ഓതറൈസേഷനിൽ. അപ്പോൾ ലക്ഷ്മിയുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സൊക്കെ ഈ വിഷ്ണുവാണ് ഡീൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി. ശരിയാണോ എന്ന് അറിഞ്ഞൂടാ. ഏതായാലും നമ്മളെ ഒന്നിലും ഇടപെടിക്കാറില്ല അവർ. മനസ്സിലായി. ശ്രീ കെ സി ഉണ്ണി, ഇപ്പോൾ ഇതിനകത്ത് പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBIയും 2 തവണ ഒരു പുനരന്വേഷണം കൂടി നടത്തി റിപ്പോർട്ടും കൊടുത്തു. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രീ കെ സി ഉണ്ണി? ഇനി എന്താ നമ്മുടെ മുന്നിലുള്ള വഴി? നമ്മുടെ ഒരു വക്കീലുണ്ട്, രാമൻ കർത്താവ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. ഇവിടെ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്നതാണ്. അപ്പം അങ്ങനെ ആലോചിക്കും ഇനി എന്ത് ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ നമുക്ക് എതിരായി തീർന്നു, ഒരു സമൂഹം മുഴുവൻ എതിരായി തീർന്ന, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാനേ പറ്റുള്ളൂ. ശരി, ഇങ്ങനെയൊക്കെ പറ്റി, ഇത്രയും നടക്കുള്ളൂ. അർജുൻ ഇപ്പോഴാണല്ലോ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് ആ അർത്ഥത്തിൽ. അപ്പോൾ ഈ അർജുൻ ഇപ്പോൾ ഇത് ഈയിടെ ഉണ്ടായ ഒരു ബന്ധമല്ല എന്നത് ഉറപ്പല്ലേ? നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ആളാണ് അർജുൻ എന്നൊരു സംശയം പ്രകടിപ്പിച്ചത് ഇപ്പോൾ ശരിയായി. അതെ, അവൻ പണ്ടേ ക്രിമിനലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പല കാര്യത്തിലും, എല്ലാ കാര്യത്തിനും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നവനാണ്. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബാലുവിൻ്റെ കഷ്ടകാലത്തിനാണ് അവന് ആയിട്ടുള്ളൊരു കോണ്ടാക്ട് വന്നത്. അതിന് കാരണം ഈ ചെർപ്പളശ്ശേരിയിലുള്ള അയാളുടെ വൈദ്യരുടെ മരുമകനാണ് ഇവൻ, അമ്മാവൻ പെങ്ങളുടെ മകൻ. അതെ, ആ വഴിക്കാണ് ഇവനെ ഡ്രൈവറാക്കി വിട്ടത്. എന്നിട്ട് ഇവൻ്റെ ബാലുവിൻ്റെ മാനേജരാക്കാനായിരുന്നു അയാളുടെ പരിപാടി. ഈ പൈസ ധാരാളം ബാലുവിന് കിട്ടുമായിരുന്നു, പ്രോഗ്രാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അവരങ്ങനെ ചെയ്തത്. എന്തോ ഏതായാലും എനിക്ക് എൻ്റെ മോൻ പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. മോനും പോയി, മോളും പോയി. ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ്. ഒരു മോളുണ്ടായിരുന്നതും രോഗം വന്നാണ് മരിച്ചത്. മോളും പോയി. ഇപ്പം ആരുമില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും അസുഖമാണ്. അവർക്കാണെങ്കിൽ ഷുഗർ, പ്രഷർ. നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകും എന്നുള്ളത്. ഞങ്ങളാൽ കഴിയുന്നത് നമ്മളെ ഒരു മാധ്യമങ്ങളിൽ നമുക്കും ശ്രമിക്കാം. കാര്യം ബാലു എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയായിരുന്നു. ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലും പിടയിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. മാധ്യമം എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ അല്ലേ? നിങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, വേറെ ആരുമില്ല. അറിയാം, ഈ നാട്ടുകാർ ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് അന്നേ കുഴിച്ചു മൂടപ്പെട്ടേനെ. എന്നാലും അർജുൻ്റെ തനി നിറം എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി. അതെ, അതാ ഫാമിലിയെ ഭയങ്കര കുഴപ്പക്കാരാണ് എല്ലാവരും. കുഴപ്പക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കുകൂട്ടലനുസരിച്ച് ഭയങ്കര ഫ്രോഡാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ്. ഇത്രേ ഉള്ളൂ. ശരിയാണ്. നമുക്ക് നോക്കാം ശ്രീ കെ സി. തന്നെ ഒരുപാട് പൈസ അവർ വാങ്ങിച്ചു. മനസ്സിലായി. നമുക്ക് എന്നിട്ട് പറഞ്ഞോളൂ. അല്ല, ഇതിനിടയ്ക്ക് ചെർപ്പളശ്ശേരിയിൽ ഇവനൊരു 50 സെൻറ്റ് സ്ഥലം അവൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്വേഷിച്ചപ്പോൾ ഈ 50 സെൻറ്റും കൊടുത്തത് ഈ പൂന്തോട്ടം എന്ന് പറയുന്നത് അവരുടെ വീടിൻ്റെ നടുക്കാണ്. വീടിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ നടുക്കാണ്. അങ്ങോട്ട് പോകാനുള്ള വഴി പോലുമില്ല. യാതൊരു കാരണവശാലും വിൽക്കാൻ പറ്റില്ല. കാരണം ആരും വാങ്ങിക്കില്ല, വഴിയില്ലാത്ത സ്ഥലം ആരും വാങ്ങിക്കാൻ. അപ്പോൾ ഈ 50 സെൻറ്റ് പുരയിടത്തിൻ്റെ പൈസയും കൂടി അവർ വാങ്ങിച്ചിട്ടുണ്ട് അവൻ്റെ അടുത്ത്. അത് കൂടാതെ വേറൊരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു,
അയാൾ എറണാകുളത്ത് മദ്രാസിലെങ്ങാണ്ടുള്ളതാണ്. അങ്ങേരും വിളിച്ചു പറഞ്ഞു ഈ നമ്പൂതിരി ഭയങ്കര തട്ടിപ്പാണ്, ഒരുപാട് അയാളെ പറ്റിച്ചു പൈസ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്കറിഞ്ഞൂടെ ഒന്നും. നമ്മളിവിടെ തിരുവനന്തപുരം വിട്ട് പോയിട്ടില്ല പെൻഷനായതിനു ശേഷം, വയ്യ, അതുകൊണ്ട് പോകാത്തതാണ്. എന്തായാലും നമുക്ക് ശ്രമിക്കാം. സത്യം ഒരിക്കൽ പുറത്തു വരും ശ്രീ കെ സി ഉണ്ണി. കുറച്ച് കാലമെടുക്കുമെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പൊ അർജുന്റെ കാര്യത്തിൽ പുറത്തു വന്നതുപോലെ കാത്തിരിക്കാം എന്ന് വിശ്വസിക്കാം. അതെ, നന്ദി ശ്രീ കെ സി ഉണ്ണി. അമ്മയുടെ അന്വേഷണം പറഞ്ഞോളൂ ശ്രീ കെ സി ഉണ്ണി. താങ്ക് യു. ബാലഭാസ്കറിന്റെ പിതാവാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീ കെ സി ഉണ്ണി പറഞ്ഞതുപോലെ ഒന്നും അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. CBIക്ക് പോലും ഒരു അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിനും അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അർജുൻ്റെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, തമ്പിയുടെ ബന്ധം, വിഷ്ണുവിൻ്റെ ബന്ധം, ഇതിൽ ലക്ഷ്മി ഇപ്പോൾ പാലിക്കുന്ന നിശബ്ദത, ഈ പൂത്തോട്ടയിലെ ഈ അർജുൻ്റെ കുടുംബവുമായിട്ട് ഉള്ള ഈ നമ്പൂതിരിയുടെ ബന്ധം, ഇതൊക്കെ പുറത്തു വരേണ്ട വിഷയങ്ങളാണ്.